Hey guys, this is me Vishnu. And this is Sudhish. Welcome to our channel. What's the crack? What's the crack, bro? Indian Premier League final. ആഹാ അതിനു മുമ്പ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒക്കെ എത്തിയ ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ട് 1-2 മാസമായി. അതെനിക്ക് അറിഞ്ഞൂടാ, എനിക്കറിയാലോ, ഞാൻ വലുതായി ഫോളോ ചെയ്യത്തില്ല. നീ ഫോളോ ചെയ്യാറില്ലല്ലേ? ഇല്ല, ഞാൻ മീൻസ് ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് എന്താ കാര്യം? ഡിസ്കസിന് കാര്യമുണ്ട്, കാരണം നാളെയാണ് ഫൈനൽ എന്നൊക്കെ അറിയാം. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ ഇടണ്ടേ? അതറിയാലോ, രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് പ്രൊസീഡ് ചെയ്യുന്ന മുമ്പേ ജസ്റ്റ് ഒരു ചോദ്യം. അപ്പൊ ആരാണ് ഇത്തവണ ഫൈനലിൽ എത്തിയേക്കുന്നത്? ഇത്തവണ ഫൈനലിൽ എത്തിയേക്കുന്നത് നമ്മുടെ കോഹ്ലിയുടെ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അവർ ഔട്ടായില്ലേ ഇതുവരെ? അവർ ഔട്ടായിരുന്നു. അവരാണ് അവരെ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അവരിതുവരെ IPL എടുത്തിട്ടില്ല. അവര് ഒരു ഫൈനൽസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. 2-3 തവണ കളിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ഫൈനലും അവര് തോറ്റിട്ടേ ഉള്ളൂ. അപ്പം കുറച്ച് നാളിന് ശേഷം അവര് വീണ്ടും ഫൈനലിൽ കയറിയിരിക്കുകയാണ് ആസ് എ വെരി സ്ട്രോങ് ടീം. അപ്പൊ എത്ര വർഷമായി ഇപ്പം ബാംഗ്ലൂർ ടീം വന്നിട്ട്? ബാംഗ്ലൂർ ടീം കളിക്കാൻ തുടങ്ങിയിട്ട് 2008. അങ്ങനെയല്ല, ഫൈനൽസിൽ വന്നിട്ട്. ഫൈനൽസിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 6 കൊല്ലം എന്തായി. അത്രേ? ഓക്കെ, 6 years. 2016 എന്തോ ആണ് ലാസ്റ്റ്. അതിലും മുകളിലായി, 6-7 വർഷമായി വന്നിട്ട്. ആരുടെ കൂടെയാ ഫൈനല്? അവര് കളിക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചാബ് കിങ്സ്. അവരും 2014 ശേഷം അവർ ആദ്യമായിട്ടൊരു ഫൈനൽ കളിക്കുക. അവര് കളിച്ച ഫൈനൽ അവർ തോറ്റിട്ടേ ഉള്ളൂ. നമുക്ക് 2 പേര് ആര് ജയിച്ചാലും ഇറ്റ്സ് ഗോയിങ് ടു ബി എ ന്യൂ ചാമ്പ്യൻ. അപ്പം എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരിക്കും. ഞാൻ അത്ര എക്സൈറ്റഡ് അല്ല. എനിക്കറിയാം, നിങ്ങൾക്ക് ഫേവറേറ്റ് ടീം വേറെ ആരും വരില്ല. മുംബൈ ഇന്ത്യൻസ്. നമുക്ക് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് 10ാമത് ആണ്. അത് ഞാൻ അറിഞ്ഞായിരുന്നു ആക്ച്വലി, ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്നൊക്കെ. പക്ഷെ ഞാൻ എന്താണെന്നറിയോ, അതിന്റെ ഒരു ഫൺ ഫാക്ട്, ഞാൻ വിചാരിച്ചിരുന്ന ധോണി ഇപ്പോഴും കളിക്കുന്നുണ്ട്. നിനക്കൊരു തേങ്ങ അറിയില്ല. ധോണി ഇപ്പോഴും കളിക്കുന്നുണ്ട്. ധോണി റിട്ടയർ ആയെന്നൊക്കെ പറഞ്ഞു. റിട്ടയർ ആയി, ഇന്റർനാഷണൽ റിട്ടയർ ആയിട്ട് കൊള്ളാനായി. പക്ഷെ ഇപ്പോഴും ഹി സ്റ്റിൽ കണ്ടിന്യൂയിങ് ടു പ്ലേ IPL. അടുത്ത തവണ കളിക്കണോ ഇല്ലയോ എന്ന് പുള്ളി അടുത്ത IPL തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനിക്കും. അല്ല, ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എവിടോ എന്തോ ധോണി കളിക്കുന്നില്ലെന്നോ, എന്തോ വിക്കറ്റ് കീപ്പറിനെ കൊള്ളത്തില്ലെന്നോ എന്തൊക്കെ പറയുന്ന ഈ ഫാൻസ് ഒക്കെ പുള്ളി ഇറങ്ങാൻ വേണ്ടിയാ അവര് കാണാൻ, പുള്ളി കളിക്കുന്ന കാണാനാ വരുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ളവർ ഔട്ട് ആവാനൊക്കെ വേറെ കളിക്കാർ ഔട്ട് ആവുമ്പോൾ ഭയങ്കര സെലിബ്രേഷൻ. കാരണം അവർക്ക് ധോണി വരണം. അത് പിന്നെ അവരുടെ ടീം അത്ര ഇത്തവണ പോരായിരുന്നു. അതുകൊണ്ട് അവര് 10ാമതാ ഫിനിഷ് ചെയ്ത്. അവരുടെ ഒരു സുഖമില്ലാത്ത ടീമായിരുന്നു. അവരുടെ ഓപ്ഷൻ സ്ട്രാറ്റജി ഒക്കെ ഭയങ്കര ബോറായിരുന്നു. അവർ എടുത്ത കളിക്കാരൊന്നും അത്ര പോരാ. അപ്പൊ നാളെ ഫുള്ള് ഇന്ത്യയില് ഫുള്ള് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ആൾക്കാർ. RCB ഫാൻസ് ഈ സല കപ്പ് നമ്മുടെ എന്നാണ് പറയുന്നത്. അവര് കുറെ വർഷമാണ് ഇതിന്റെ പുറകിലായിരുന്നല്ലേ? കുറെ വർഷങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അവര് ഭയങ്കര അൺലക്കി ടീമാണ്. അതുകൊണ്ട് ഈ ഫൈനല് ഇവര് തമ്മിലാണ്. പഞ്ചാബും RCBയും കളി നടക്കുന്ന അഹമ്മദാബാദ് വെച്ചാണ്, നരേന്ദ്രമോദി സ്റ്റേഡിയം. അത് പുതിയ സ്റ്റേഡിയം അല്ലേ? കുറച്ച് നാളായി, 4 വർഷത്തോളമായി. അവിടെയാണ് നമ്മുടെ വേൾഡ് കപ്പ് ഫൈനലൊക്കെ നടന്നത്. അപ്പൊ അവിടെ വെച്ചാണ് ഫൈനല്. ആക്ച്വലി ഫൈനലിൽ നടക്കേണ്ടിയിരുന്നത് കൊൽക്കത്ത വെച്ചാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ഒക്കെ വന്നപ്പം കുറച്ച് 1.5 ആഴ്ചയോളം കളി നടന്നില്ല. അപ്പൊ ആ സമയത്ത് ഇവര് ഫൈനലൊക്കെ എങ്ങനെയാണെങ്കിൽ നാളെ വല്ലതും ബാംഗ്ലൂർ ജയിച്ചാ പിന്നെ ബാംഗ്ലൂർ ജയിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഉത്സവമായിരിക്കും. മറ്റേ ഇപ്പം എന്തോ ഫുട്ബോൾ റിലേറ്റഡ് ഫ്രാൻസില്. അതെ, അതുകൊണ്ടൊന്നും നടക്കില്ലായിരിക്കും. അത് പ്രശ്നങ്ങളല്ല, ആ സെലിബ്രേഷൻ PSG ഇന്റർ മിലാനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ തോപ്പിച്ചത്. അവിടെ എന്തൊക്കെയോ റൈറ്റും അത് ഞാൻ കണ്ടു. പക്ഷെ ആ സെലിബ്രേഷൻ മൂഡ് ഭയങ്കര അത് നല്ല രീതിയിൽ ഒരു കളർഫുൾ ആയിരിക്കട്ടെ. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കട്ടെ. അതെ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല ടീം ജയിക്കട്ടെ. എനിക്ക് ആക്ച്വലി ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പം ഞാൻ കുറച്ച് എന്തോ നിങ്ങളെന്താ ഇടക്കിടക്ക് അങ്ങോട്ട് നിന്റെ ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ചോദ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ നോക്കുന്നത്. അപ്പം സോ ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഫുട്ബോൾ മാത്രമേ അറിയുള്ളൂ. ഫുട്ബോളിൽ ഞാൻ പ്രോ ആയതുകൊണ്ട് ഫുട്ബോളിനെ കുറിച്ച് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്യാപ്റ്റനാണ് വിഷ്ണു. മാഞ്ചസ്റ്റർ സിറ്റിന്റെ വിഷ്ണുവിന് സ്പോർട്സിനെ കുറിച്ച് ഒരു തേങ്ങ അറിയില്ല. പണ്ട് വലിയ ബോളർ ആയിരുന്നു. പണ്ട് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ അത് നിർത്തി. ക്രിക്കറ്റ് മാച്ച് ഒക്കെ സ്വയം പറയും ഭയങ്കര സംഭവമായിരുന്നു. എന്റെ വ്യൂവേഴ്സിൽ എന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ അവർ ഭയങ്കര ഫാസ്റ്റ് ബോളർ ആയിരുന്നു. അതല്ല വിറ്റ് നമ്മളതല്ല കമന്റ് ചെയ്യട്ടെ. ഇതുവരെ ഒരു വീഡിയോയിലും കമന്റ് ചെയ്യാത്ത ആൾക്കാർ നമുക്ക് തന്നെ കമന്റ് ചെയ്യാം. വിഷ്ണു എന്തായിരുന്നു ബോളർ ആയിരുന്നു. ജോക്സ് അപ്പാർട്ട്. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
എന്താ ഞാനിപ്പോ അവിടെ എടുക്കുന്നത്, ഞാൻ ഈ പേപ്പർ തന്നെ എടുക്കാം. അതങ്ങ് എടുത്തു. നല്ല അടിപൊളി പേപ്പറാ, ഒത്തിരി ഷേപ്പ് ഒക്കെ പോയതാ. അത് കീറി ഒളിപ്പിച്ച് വെച്ചാ, എന്നിട്ട് ആരോടും പറയണ്ട. ഓക്കെ. സോ സോ ഹൂ ഈസ് പ്ലേയിങ് ഞാൻ പറഞ്ഞു. പറഞ്ഞു. RCB, അപ്പം പഞ്ചാബ്. അപ്പം ഈ സെമി ഫൈനലിൽ ആരൊക്കെയാ വന്നിരുന്നത്? സെമി ഫൈനലല്ല വിഷ്ണു, ഇത് ഒരു പ്ലേ ഓഫ് സിസ്റ്റമാണ്. അതായത് പണ്ടായിരുന്നു സെമി ഫൈനൽ, ഇപ്പം കുറെ വർഷങ്ങളായിട്ട് പ്ലേ ഓഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാ. ഓക്കെ. അതായത് ടോപ്പ് 4 ടീംസ് സെമി ഫൈനൽ ആയിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോപ്പ് 4 വരും, 1ഉം 3ഉം കളിക്കും, 2ഉം 4ഉം കളിക്കും, അതിൽ ജയിക്കുന്നവർ ഒന്ന് ഫൈനൽ കളിക്കും. അങ്ങനെയായിരുന്നു പണ്ട്. ഓക്കെ. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ഈ കൺസിസ്റ്റൻസി 1ഉം 2ഉം ഫിനിഷ് ചെയ്യുന്ന ടീമാണല്ലോ ഏറ്റവും നല്ലോണം ത്രൂ ഔട്ട് കളിച്ചത്. ഓക്കെ. അപ്പൊ അവർക്ക് ഒരു അവസരം കൂടെ കിട്ടും. അതായത് 1ഉം 2ഉം നമ്മൾ കളിക്കും, അതിൽ ജയിക്കുന്നവർ ഫൈനലിൽ പോകും. അങ്ങനെയാണ് Okay. RCB വേഴ്സസ് പഞ്ചാബ്. ഓൾറെഡി ഒരു കളി പ്ലേ ഓഫിൽ നടന്നായിരുന്നു. അത് RCB പഞ്ചാബിനെ തോപ്പിച്ചു, അവർ ഫൈനലിൽ പോയി. ഓക്കെ. പഞ്ചാബാണ് ഒന്നാമത് ഫിനിഷ് ചെയ്തത്, ഓക്കെ. രണ്ടാമത് RCB ആയിരുന്നു ലീഗില്. Okay. അപ്പം പഞ്ചാബ് ആ പ്ലേ ഓഫ് തോറ്റോണ്ട് പഞ്ചാബ് മുംബൈ വേഴ്സസ് നമ്മുടെ ഗുജറാത്ത് 3ഉം 4ഉം ഫിനിഷ് ചെയ്തവര് തമ്മിൽ കളിച്ചവരുമായിട്ട് ജയിച്ചവരുമായിട്ട് ഇവര് കളിച്ചു പഞ്ചാബ്. ഇന്നലെ അതായിരുന്നു പഞ്ചാബ് മുംബൈ. പക്ഷെ ഇതിപ്പം മുംബൈ ഇന്ത്യൻസ് എനിക്ക് വലുതായിട്ട് അറിഞ്ഞൂടാ. അപ്പം കുറെ വർഷം അവരെ കപ്പൊക്കെ അവർ 5 തവണ ജയിച്ചിട്ടുണ്ട്. അവരും ചെന്നൈയാണ് ഏറ്റവും കൂടുതൽ IPL ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തവണ അവർ ഔട്ടായി, എല്ലാരും പോയി. ഇത്തവണ രണ്ടുപേരും പുതിയ നമ്മുടെ ആൾക്കാരാണ്. നീത്ത അംബാനിന്റെ ടീമല്ലേ? അംബാനി. അതെ അതെ അതെ, അംബാനിയുടെ ടീമാണ് മുംബൈ. അപ്പം ഇത്രയും ഈ ഇപ്പോഴത്തെ IPL സീസണിൽ അപ്പം നിങ്ങളിപ്പോ എല്ലാം സീസണും കണ്ടു. ഞാൻ ഇത് നല്ലോണം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന, എനിക്ക് എല്ലാ കളിക്കാരും അറിയാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ കളിയിലെ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റാർ ആയിട്ട് തോന്നിയ ഈ സീസണില് എന്നെ സംബന്ധിച്ച് ബ്രേക്ക് ഔട്ട് സ്റ്റാർ നമ്മുടെ 13 വയസ്സുള്ള വൈഭവ് സൂര്യവംശി, രാജസ്ഥാൻ റോയൽസിന്റെ 13ാമത്തെ വയസ്സിൽ അതൊരു സംഭവം തന്നെ. ഞാൻ ന്യൂസ് കണ്ടായിരുന്നു, അതൊക്കെ ഒരു സംഭവം തന്നെ. പക്ഷെ അവൻ പിന്നെ കളിച്ചില്ലല്ലേ? പിന്നെ ഡക്കായി, പിന്നെ ഒരു കളി 50 ഒക്കെ അടിച്ചു. പയ്യൻ കൊള്ളാം, നല്ല രാഹുൽ ദ്രാവിഡിന്റെയും സഞ്ജു സാംസണിന്റെയും കീഴിൽ ഈസ് ഗോയിങ് ടു ബിക്കം മച്ച് ബെറ്റർ. ഈസ് വൺ ഫോർ ദ ഫ്യൂച്ചർ. അപ്പൊ നിങ്ങള് പ്രഡിക്ട് ചെയ്ത പോലെ, ഐ മീൻ ഇപ്പം നിങ്ങള് വിചാരിച്ച ടീമുകൾ തന്നെയാണോ ഫൈനലിൽ വന്നത്? അല്ല, ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് RCB സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം കോഹ്ലി ക്യാപ്റ്റൻസി വേണ്ടാന്ന് വെച്ചിട്ട് രജത് പട്ടീദർ ക്യാപ്റ്റനായിട്ട് അവരുടെ ടീം ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് ഗുഡ്. എനിക്ക് RCB പ്ലേ ഓഫിൽ വരുന്ന അറിയായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ടീമിനെ പ്രതീക്ഷ മുംബൈയാ ഫൈനലിൽ. പക്ഷേ പഞ്ചാബ് ശ്രേയസ് അയ്യറിന്റെ കിടിലൻ ക്യാപ്റ്റൻസി, അവരുടെ ടോപ്പ് 6 ബാറ്റ്സ്മാൻമാരെല്ലാം അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലേയേഴ്സാണ്. അതായത് ഇന്ത്യക്ക് വേണ്ടി കളിക്കാത്ത 6 ഇന്ത്യൻ കളിക്കാരാണ് അവരുടെ ബാറ്റിങ്ങിലുള്ളത്. അവരെല്ലാം നല്ലോണം കളിച്ചു. അവരെല്ലാം പ്രിയാൻഷ് ആര്യ, പ്രഭ്സിമ്രൻ സിംഗ്, നെഹൽ വധേര, പിന്നെ ശ്രേയസ് അയ്യർ ഉണ്ട് ടോപ്പ് 6 ഒരാൾ. ശ്രേയസ് അയ്യർ ഇപ്പൊ പറഞ്ഞ പേരുകളിൽ ആകെ എനിക്കറിയുന്നത് ശ്രേയസ് അയ്യറാണ് അവരുടെ ലീഡിംഗ് റൺ സ്കോർ. പിന്നെ 13 വയസ്സുകാരൻ, അവനെ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് അവനെ അറിയാം. പിന്നെ ഈ പറയുന്ന ബാക്കി എല്ലാവരും അറിയാം, ഈ ഹാർദിക് പാണ്ഡ്യ. അതെ. അപ്പൊ ഞാൻ ഇവരുടെ കീ പ്ലേയേഴ്സിനെ ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇവരുടെ കീ പ്ലെയർ, RCBയുടെ കീ പ്ലെയർ ഒബ്വിയസ്ലി കോഹ്ലി, ഓൺലി കോഹ്ലിയാണ്. ഈസ് ദെയർ ലീഡിംഗ് റൺ സ്കോറർ. ഏകദേശം 614 റൺസോളം പുള്ളി 5ാമതാണ് ടോപ്പ് സീസണിൽ, ടോപ്പ് റൺ ഗെറ്റേഴ്സിൽ 5ാമതാണ്. ബാംഗ്ലൂരിന്റെ ടോപ്പ് റൺ ഗെറ്ററാണ്. പിന്നെ ഫിൽ സോൾട്ട് ഉണ്ട്, ഇംഗ്ലണ്ടിന്റെ ഓപ്പണറാണ്. കോഹ്ലിയും സോൾട്ടും കൂടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അവരെപ്പോഴും അത്യാവശ്യം നല്ല സ്റ്റാർട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ മെയിൻ പ്ലെയേഴ്സ് നമ്മുടെ ജോഷ് ഹേസൽവുഡ്, ഓസ്ട്രേലിയയുടെ ബോളറാണ്. പുള്ളിയാണ് ടോപ്പ് വിക്കറ്റ് ടേക്കർ. 21 വിക്കറ്റ് എടുത്തു. പുള്ളിയിടയ്ക്ക് 2-3 കളി മിസ്സായിരുന്നു ഇഞ്ചുറി കാരണം. സ്റ്റിൽ ഹീസ് ദെയർ ലീഡിംഗ് വിക്കറ്റ് ടേക്കർ. പിന്നെ ഭുവനേശ്വർ കുമാർ ഉണ്ട്, കൃണാൽ പാണ്ഡ്യ ഉണ്ട്, അങ്ങനെ റൊമാരിയോ ഷെപ്പേർഡ്, യഷ് ദയാൽ. ദേവ് ഓൾറൗണ്ട് വെൽ ഓയിൽഡ് ടീമാണ്. അവര് നല്ല സ്ട്രോങ് ടീമാണ്. ഓൾ ഇൻ ഓൾ ടോപ്പ് പ്ലേയേഴ്സ് ആണ്. പഞ്ചാബിന്റെ മെയിൻ പ്ലെയർ അഗെയിൻ ശ്രേയസ് അയ്യർ ആണ്. അപ്പൊ ഈ തവണ നമ്മുടെ ബുംറയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. മുംബൈയുടെ സ്ട്രാറ്റജി അതായിപ്പോയി, ബുംറ ഡിപ്പെൻഡന്റ് ആയിപ്പോയി. അവര് മറ്റേ കളി പ്ലേ ഓഫില് ഫസ്റ്റ് കളി എലിമിനേറ്ററിലും ബുംറയുടെ ഒരു മാജിക് ആണ് ജയിച്ചത്. ഇന്നലെ പക്ഷേ ശ്രേയസ് അയ്യരും മറ്റേ നെഹാൽ വധേരയും കൂടെ ബുംറയൊക്കെ അടിച്ച്, ജോഷ് ഇംഗ്ലീഷ് ഒരു ഓവറിൽ ബുംറയെ അടിച്ച് പൊട്ടിച്ചു. അവര് ഫുൾ സ്ട്രാറ്റജി പോയി. ഞാൻ ഇവിടെ സ്കോർ ബോർഡ് കണ്ടു. ഇങ്ങനെ സ്കോർ ബോർഡ് അല്ല, ഐ മീൻ ബുംറയുടെ ഓവറിൽ 6-4 ബുംറ നല്ലോണം എറിഞ്ഞു. പക്ഷെ ഇന്നലെ അത്യാവശ്യം ശ്രേയസ് അയ്യർ കളിച്ചല്ലോ, അവരും കളിച്ചു. ജോഷ് ഇംഗ്ലീഷ് ഉണ്ട്, ഓസ്ട്രേലിയ ഒരു പ്ലെയർ ഉണ്ട്. പുള്ളി ബുംറയെ ഒരു ഓവർ 20 റണ്ണൊക്കെ എടുത്തു. അപ്പം അവരാ പണി 200 ആദ്യമായിട്ടാണ് മുംബൈ 200 മോളിന് എടുത്തിട്ട് തോക്കുന്നത്. ഈ സാധാരണ 200 മോളിലെടുത്ത് അവരെപ്പോഴും ജയിക്കും. 18 കളി അവർ അടുപ്പിച്ച് 200 മോളിലെടുത്ത് ഇതുവരെ തോറ്റിട്ടില്ലാണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ 200 മോളിലെടുത്തിട്ടും തോറ്റു. അത്രയും നല്ലോണം പഞ്ചാബ് നല്ലോണം കളിച്ചു. ശ്രേയസ് അയ്യർ ഇസ് ആൻ അമേസിംഗ് ക്യാപ്റ്റൻ. വിഷ്ണു അറിയില്ലെങ്കിൽ ശ്രേയസ് അയ്യർ
കഴിഞ്ഞ തവണ കൊൽക്കത്തയുടെ കൂടെ ആയിരുന്നു. കൊൽക്കത്ത IPL ജയിപ്പിച്ചു. ഓക്കെ. ഡൽഹി ക്യാപിറ്റൽസിനെയും IPL എത്തിച്ചിട്ടുണ്ട്. പുള്ളി വെരി കൺസിസ്റ്റന്റ്, ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റൻ ആണ്. ഈസ് എ വെരി ഗുഡ് ക്യാപ്റ്റൻ. ഓക്കെ. അപ്പൊ അവരുടെ മെയിൻ പ്ലേയേഴ്സ്, പഞ്ചാബിന്റെ കീ പ്ലേയേഴ്സ് പറഞ്ഞാൽ ശ്രേയസ് അയ്യർ, പ്രഭ്സിമ്രൻ സിംഗ്, പ്രിയാൻ ഷാരിയ എന്നിട്ടൊരു പയ്യനുണ്ട്. ഇവരൊക്കെയാണ് അവരുടെ ടോപ്പ് റൺ ഗെറ്റേഴ്സ്. പിന്നെ അവരുടെ ബോളേഴ്സ് മെയിൻലി ഹർഷ്ദീപ് സിംഗ്, യുസ്വേന്ദ്ര ചഹൽ, ഇവരൊക്കെയാണ്. മാർക്കോ യാൻസൺ ഉണ്ടായിരുന്നു, പക്ഷെ പുള്ളി ഇപ്പം ഇന്റർനാഷണൽ കളിക്കാൻ പോയി. അപ്പൊ ഓൾ ഇൻ ഓൾ ദേ ആർ ഓൾസോ എ ഗുഡ് ടീം, ബട്ട് സംവെയർ ഐ ഫീൽ ബാംഗ്ലൂർ ഇസ് ലിറ്റിൽ ബിറ്റ് സ്ട്രോങ്ങർ ഓവർ. അപ്പം നിങ്ങൾ ഇനിയിപ്പം എന്തായാലും ഇപ്പൊ നാളെ എത്ര മണിക്കാ ഫൈനൽ? നാളെ ഇവിടുത്തെ സമയം 3 മണിക്കാണ്, നാട്ടിലെ സമയം 3:30, 7:30, 8 മണി. 7:30. അപ്പം നിങ്ങൾ ആര് ജയിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഫേവറേറ്റ്സ് എന്നോട് ചോദിച്ചാൽ RCB ആണ്. ഓവറോൾ സ്ക്വാഡ് നോക്കും. ഞാൻ എന്തായാലും RCBനെ സപ്പോർട്ട് ചെയ്തു. കണ്ടില്ലെങ്കിലും RCBനെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ ബാംഗ്ലൂർ. എനിക്ക് രണ്ടുപേരിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല, കാരണം എന്റെ ടീം 10ാമത് ഫിനിഷ് ചെയ്ത്. പിന്നെ അത് മാത്രമല്ല, രണ്ടുപേര് ജയിച്ചാലും പുതിയൊരു ചാമ്പ്യൻ ആണ്. ഇറ്റ്സ് എക്സൈറ്റിംഗ്. എപ്പോഴും കുറെ നാളായിട്ട് മുംബൈയും ചെന്നൈയും ഒക്കെ ഇങ്ങനെ ജയിച്ച് ബോറടിച്ചിരിക്കുക ആൾക്കാർ. ഒരു പുതിയ ചാമ്പ്യൻ വരുന്നു. പക്ഷേ ഈ സാല കപ്പ് നമുക്ക് നോക്കാം. എന്റെ അഭിപ്രായത്തിൽ RCB ആണ് ഒരു സ്ലൈറ്റ് ഫേവറേറ്റ്സ്. കുറച്ച് പഞ്ചാബിന്റെ മുകളിൽ വെക്കുന്നു. പക്ഷെ വി കനോട്ട് റൂൾ ഔട്ട് പഞ്ചാബ് ബിക്കോസ് ശ്രേയസ് അയ്യർ ക്യാൻ ഡു വണ്ടേഴ്സ്. ഓക്കെ. സോ വിഷ്ണു ഇത്രയും സാധനം എല്ലാം മനസ്സിലായി. എന്തൊക്കെ കുറെ പേര് പ്രഡിക്ഷൻ എന്താ? എന്റെ പ്രഡിക്ഷൻ അതന്നെ ഞാൻ പറയുന്നത്. മീൻസ് പ്രഡിക്ഷൻ ഫ്രം എ പേഴ്സൺ ഹു ഡസന്റ് നോ നോ ഇറ്റ്സ് എനിത്തിങ് അബൌട്ട് IPL. അല്ലല്ല, അങ്ങനല്ല. എനിക്ക് IPL-നെ കുറിച്ച് അറിഞ്ഞൂടാന്നല്ല. ഇത്തവണത്തെ ഇത്തവണല്ല, മുമ്പത്തെ സീസൺ, ഫസ്റ്റ് സീസൺ എന്തൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ. ഗോവയുടെ ടീമിനെ വിഷ്ണു അറിയോ? അത് പോലത്തെ കേരളയ്ക്ക് നമ്മുടെ ഉണ്ടോ ടീം? ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ല, കേരളയ്ക്ക് ഒരു ടീമില്ല. ടീമില്ല. കേരളം പണ്ടേ പോയി. വിഷ്ണുവിന്റെ ജ്ഞാനം അറിഞ്ഞല്ലോ. അതാ ഞാൻ പറഞ്ഞ. ഐ മീൻ നേരത്തെ ടസ്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് പോയി. ഡിസോൾവ് ആയി. അതൊക്കെ അറിയാം. ആ സമയത്തെ കാണത്തുള്ളായിരുന്നു. എന്തായാലും ഇപ്പം ഈ സാല കപ്പ് നമ്തേ. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ. പഞ്ചാബിൽ എങ്ങനെ ഈ സാല കപ്പ് നമ്തേ എന്ന് പറയുന്നത്? അത് ഹിന്ദിയാ. എന്തായാലും ഓക്കെ. അപ്പം നല്ലൊരു ഫൈനൽ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് ടു ബോത്ത് ദി ടീംസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ബോത്ത് ദി ടീംസ്. മേ ദി ബെസ്റ്റ് ടീം വിൻ. യെസ്, ആര് ജയിച്ചാലും എന്തായാലും സെലിബ്രേഷൻസ് കാണുമെന്ന് ഉറപ്പാണ്. പക്ഷെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. ഇപ്പം നാളെ ഫൈനൽ കാണണം. നാളെ ഫൈനൽ കണ്ടിട്ട് ഞങ്ങൾ ഫൈനൽ കണ്ടിട്ട് ഞങ്ങൾ അതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. റിവ്യൂ എന്താ പറയുന്നത്? ഓൾ ദി ബെസ്റ്റ് ടു RCB ആൻഡ് പഞ്ചാബ്. ഓൾ ദി ബെസ്റ്റ് ടു RCB ആൻഡ് നല്ലൊരു ഫൈനൽ ആവട്ടെ. പഞ്ചാബ്. അതെ, നമുക്ക് നല്ലൊരു ഫൈനൽ പ്രതീക്ഷിക്കാം. യെസ്. അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ വൺസ് അഗൈൻ, ദിസ് ഈസ് മീ വിഷ്ണു. ദിസ് ഈസ് സുധീഷ്. വാട്ട്സ് ദ റാക്ക്?